ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, ഡയബറ്റീസുകാർക്കായാലും ഗ്യാസ്ട്രിക് ഉള്ളവർക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പകുതി ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തേക്കണേ എന്നുള്ളത് പറഞ്ഞു തരാം. ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ. ഇത് പുട്ടുംപൊടിയാണ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെയുള്ള മുളകിട്ട് സവാളയും ക്യാരറ്റും പച്ചമുളകും ഇട്ട് വാട്ടി, അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ടൊന്ന് വാട്ടി, നന്നായി വാട്ടി അങ്ങോട്ട് എടുത്ത് സെപ്പറേറ്റ് എടുത്തു. എന്നിട്ട് പുട്ട് കുഴച്ച ഇതിലേക്ക് മിക്സ് ചെയ്തു. പുട്ട് നമ്മൾ സാധാരണ കുഴക്കണ പോലെ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇപ്പൊ പുട്ടുണ്ടാക്കാൻ പോകുന്നു. ഇപ്പുറത്തെ പൊന്തി തുടങ്ങി, എന്താ പറയാ, ആവി വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഇനി വെളിച്ചെണ്ണ വെച്ചിട്ട് പപ്പടം കാച്ചാം. ഓക്കെ, ഇത് മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് പാല് കുടിക്കാം. പാലും ടർമറിക് മിൽക്കായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും. ഇവിടെ ഇപ്പോൾ നല്ല ഫുൾ ഫാറ്റ് ഉള്ള മിൽക്ക്. ഇവിടെ പിന്നെ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാണ് കിട്ടുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാണ് അൽമറായിര വാങ്ങുന്നത്. അത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. അത് സിമ്പിളാണ്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കാം. അപ്പോൾ ഹെൽത്തിയോ ആണ്. അപ്പം എങ്ങനെയാണ് ഈ പുട്ടിരിക്കണേന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പം എന്തായാലും പുട്ട് വേവട്ടെ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ പുട്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പുട്ടിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ പുട്ട് ഈ കളർ ഇരിക്കണേന്ന്. ഇത് ഗോതമ്പ് പുട്ടുപൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നെല്ലറ വീറ്റ് പുട്ടു പൗഡർ, അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് പുട്ടുപൊടിക്ക് ഈ ഒരു കളറ്. അപ്പോൾ നമുക്ക് പപ്പടമായിട്ട് മസ്തായിട്ട് കഴിക്കാം. വേറെ കറിയൊന്നും വേണ്ട, ഇത്രയും മതി. എന്താ പറയുക, നമ്മൾ പുട്ടിന് വേറെ കറി ഉണ്ടാക്കണം എന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ ലേറ്റർ. ഇരിക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. ഇനിയും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഷുഗർ പേഷ്യൻറ്റിനായാലും ഡയബറ്റിക് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ബൈ.